വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം അശ്വതി ആൻഡ്രൂസ് ആദംസ് വേൾഡ്. ഇന്ന് ഞാൻ ഒരു വഴുതനങ്ങ അച്ചാറുമായിട്ടാണ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ വഴുതനങ്ങയുണ്ട്. അപ്പം സാമ്പാറിനകത്തൊക്കെ വഴുതനങ്ങ ഇടുമ്പം ആരും കഴിക്കാറില്ല. ഞാനൊക്കെ അത് മാറ്റി വെച്ചിട്ട് കഴിക്കുന്നവരായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്നെയൊക്കെ പറ്റിക്കാൻ വേണ്ടി എനിക്ക് ഈ അച്ചാറെന്ന് കേട്ടാൽ ഞാൻ അവിടെ കമന്ന് വീഴും. അത് കാരണം അച്ചാർ തന്ന് പറ്റിക്കും. അങ്ങനെ അമ്മ ഉണ്ടാക്കി തന്ന ഒരു വിഭവമാണ് ഈ വഴുതനങ്ങ അച്ചാർ. അപ്പം ഇപ്പം ഞാൻ എൻ്റെ മോളെയും അതുപോലെ തന്നെ പറ്റിക്കാനായിട്ട് തുടങ്ങി. ഞാനും ഈ വഴുതനങ്ങ കിട്ടുന്ന സമയത്ത് അത് ഇങ്ങനെ അച്ചാറിടും. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു ഈ വഴുതനങ്ങ അച്ചാർ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്നോർത്ത് വന്നതാണ്. വളരെ രുചികരമായ ഒന്നാണ് വഴുതനങ്ങ അച്ചാർ. നമുക്ക് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൂട്ടാം. അതുപോലെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് ശകലം ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വഴുതനങ്ങ അച്ചാർ ഉണ്ടാക്കാം. എനിക്ക് കുറച്ച് വഴുതനങ്ങ കിട്ടി. പച്ച കളറുള്ള വഴുതനങ്ങയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇത് ഞാനിപ്പോൾ കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ ആ വഴുതനങ്ങയെല്ലാം ഇതുപോലെ മെഴുക്കുവരട്ടിക്ക് അരിയുന്ന പോലെ ഒന്ന് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത്രയും വഴുതനങ്ങ ഉണ്ട്. അതിന് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇതും ഞാൻ എടുത്തു വച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി പുരട്ടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ പുരട്ടി നമുക്ക് ഈ വഴുതനങ്ങ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇത് നല്ലെണ്ണയിലാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. അത് ക്രിസ്പി ആകണ്ട, ഒന്ന് വഴന്നു വരും. എന്നിട്ട് അത് കോരിയെടുക്കണം. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് നമുക്ക് വേണ്ട മസാലയൊക്കെ ചേർത്ത് അച്ചാർ റെഡിയാക്കാം. ഞാൻ മഞ്ഞളും ഉപ്പും ഒക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ ഒരു തവ അടുപ്പിൽ വെച്ചു. അതിനുശേഷം നല്ലെണ്ണ ഒഴിച്ചു. നല്ലെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഈ വഴുതനങ്ങ അതിലേക്ക് ഇടുകയാണ്. കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് ഇതൊന്ന് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒത്തിരി ക്രിസ്പി ആകരുതെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് വഴന്നു വന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഇപ്പോൾ ഒരുമാതിരിയൊക്കെ ഒന്ന് പാകമായിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇത് കോരിയെടുത്തിട്ട് അടുത്ത ട്രിപ്പൂടെ നമുക്ക് ഇത് ഒന്ന് വഴറ്റിയെടുക്കാം. രണ്ടാമത്തെ ട്രിപ്പും ഞാൻ ഇട്ടു. ആദ്യത്തേത് എടുത്ത് മാറ്റി. ഇനി ഇതും കൂടെ വഴന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വീണ്ടും നമുക്ക് വേറൊരു തവയെടുത്ത് വേണം ഇനി അതിനുള്ള മസാലയെല്ലാം വഴറ്റിയെടുക്കാനായിട്ട്. അപ്പം രണ്ടാമതിട്ട വഴുതനങ്ങയും നല്ലവണ്ണം വഴന്നു വന്നു. ഇനി നമുക്ക് ഇത് വീണ്ടും ആദ്യം എടുത്തു വെച്ചതിൻ്റെ കൂടെ ഇതുകൂടെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിൽ കടുകും ഉലുവായും ഒക്കെ പൊട്ടിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചേർത്ത് മസാല ചേർത്ത് നമുക്ക് അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ മറ്റൊരു തവ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ മറ്റൊരു തവ അടുപ്പിൽ വെച്ചിട്ട് അതിൽ നല്ലെണ്ണ ഒഴിച്ചു. കുറച്ച് കടുക് ഇട്ടിരിക്കുകയാണ്. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഉലുവായും കൂടി നമുക്കിടാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇടാവുന്നതാണ്. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില ഇതിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റണം.
നല്ലവണ്ണം വഴന്ന് വരുമ്പോഴാണ് നമ്മളിനി മസാലയൊക്കെ ചേർക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ തന്നെ പുരട്ടി വെച്ചിരുന്നു, അതുകൊണ്ട് ഇനി മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്നും വേണ്ട. അപ്പം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയൊക്കെ മൂക്കാൻ തുടങ്ങി. ഇനി നമുക്ക് മുളക് പൊടി ചേർത്താൽ മതി, പിന്നെ കായപ്പൊടിയും കൂടെ മതി. അതായത് നമ്മൾ ആദ്യം ഈ വഴുതനങ്ങയിൽ മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു, അതുകൊണ്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇത് നല്ലവണ്ണം വഴന്ന് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ലാസ്റ്റാണ് നമ്മൾ കായം ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം, അല്ലാതെ ഒത്തിരി അങ്ങ് ഇതായി പോകരുത്. നമുക്കൊന്ന് ഈ അച്ചാർ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടുന്നതാണ് നല്ലത്. ശരിക്കും പറഞ്ഞാൽ വഴുതനങ്ങ ഒന്നും ആർക്കും അത്ര ഇഷ്ടമല്ല. നമ്മൾ ശരിക്കും ഒരു തീയൽ വയ്ക്കാൻ മാത്രമായിട്ട്, ഞാനൊക്കെ കൊച്ചിലെ വഴുതനങ്ങ കഴിക്കത്തേ ഇല്ലായിരുന്നു. പിന്നെ വല്ലപ്പോഴും ഒരു തീയലിന് മാത്രമാണ് ഈ വഴുതനങ്ങ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഇതേപോലെ ഈ ഒരു സ്പൂണിന് 4 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നല്ലതായിട്ട് എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോരുത്, മൂക്കണം. നല്ലവണ്ണം മൂത്തിരിക്കുകയാണ്. മൂത്തതിൻ്റെ കൂടെ ഞാൻ ആ വഴുതനങ്ങ വറുത്ത് വെച്ചത് ഇട്ടു. ഇത് നല്ലതായിട്ട് ചേർന്ന് കഴിയുമ്പോഴാണ് ഞാൻ കായപ്പൊടി ഇടുന്നത്. കായം പൊടി വാങ്ങിയതാണ്. കായം ഞാൻ കുറച്ചേറെ ചേർക്കും, അപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റാണ്. അത് ഞാൻ സ്പൂണിലൊന്നും അല്ല എടുക്കുന്നത്, ഞാനത് കുറച്ച്, എനിക്കിപ്പോൾ അറിയാം എങ്ങനെ എന്തുമാത്രം വേണമെന്നുള്ളത് ഏകദേശം നമുക്കറിയാമല്ലോ. അപ്പം അങ്ങനെ ചെയ്യും. അപ്പം ഇത് നല്ലതായിട്ട് കണ്ടോ, നല്ല കളറൊക്കെ. അപ്പം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിക്കുകയാണ്. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതുണ്ട്. ഇനിയും ഉപ്പിനി കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്കിപ്പം നോക്കിയപ്പോഴത്തേക്കിന് എനിക്ക് ഉപ്പ് പാകമാണ്. ഞാൻ പിന്നെ ഇടയ്ക്ക് ലാസ്റ്റ് സ്വല്പം പഞ്ചസാരയും കൂടെ ചേർക്കും, കുറച്ചുകൂടി ഒന്ന് കുറുകി വരുമ്പോഴേ. അച്ചാർ ഏകദേശമൊക്കെ റെഡിയായി. അപ്പം ചിലർക്കൊന്നും ഇഷ്ടപ്പെടുകയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. ഒരു സ്വല്പം പഞ്ചസാരയും കൂടെ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. ഈ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇതൊന്ന് വെച്ച് നോക്കുക. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഒന്ന് വെച്ച് നോക്കണം. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. ഇനിയും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ട് എങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, താങ്ക് യു.